കേരള നാട്ടിലെ കാലടി മണ്ണിലെ കവിയുടെ ദേവത നീയല്ലേ. കേരള നാട്ടിലെ കാലടി മണ്ണിലെ കവിയുടെ ദേവത നീയല്ലേ. അദ്വൈതലഹരിയിൽ അമൃതം പകരും ആനന്ദ ചന്ദ്രിക നീയല്ലേ. ദേവി മൂകാംബികേ മംഗളദർശന ദായികേ മായാ ചിത്രവിധായികേ മൂകാംബികേ ദേവി മൂകാംബികേ. ശങ്കരാചാര്യർക്ക് പ്രത്യക്ഷ ദർശനം നൽകിയ കൊല്ലൂർ മൂകാംബിക. ഈ മൂകാംബികയിൽ പോകാത്ത വിശ്വാസികളായ കേരളീയർ ഉണ്ടാകില്ല എന്നാണ് പറയുന്നത്. ഒരു ദിവസം മൂകാംബികയിൽ നടയടയ്ക്കുന്നതിന് മുമ്പ് ഒരു മലയാളിയെങ്കിലും അവിടെ ചെന്നിട്ടുണ്ടാകും, ചെന്ന് തൊഴുതിട്ടുണ്ടാകും. ഒരു മലയാളിയെങ്കിലും അവിടെ എത്തി തൊഴുതില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം കൊല്ലൂരിൽ മൂകാംബികയിൽ നടയടയ്ക്കാൻ പറ്റില്ല എന്നാണ് അത്രേ അവിടുത്തെ ആചാര്യന്മാർ പറയാറുള്ളത്. എന്തായാലും കൊല്ലൂർ മൂകാംബികയിൽ നടയടയ്ക്കുന്നതിന് മുമ്പ്, അത്താഴ പൂജ കഴിഞ്ഞ് നടയടയ്ക്കുന്നതിന് മുമ്പ് ദേവിയുടെ നടയിൽ ആരെങ്കിലും ഒരു മലയാളി തൊഴാൻ വേണ്ടി എത്തിയിട്ടുണ്ടാകും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. കൊല്ലൂരുമായി ബന്ധപ്പെട്ട് നിരവധി വിശേഷങ്ങളുണ്ട്. വരുന്ന എപ്പിസോഡുകളിൽ അത് ഓരോന്നോരോന്നായി പങ്കുവയ്ക്കാം. ഇപ്പോൾ പറഞ്ഞു വരുന്നത് കൊല്ലൂരിൽ വിശേഷപ്പെട്ട ചില വഴിപാടുകൾ, ചില രീതികൾ എല്ലാം പരിചയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് പറഞ്ഞു വരുന്നത്. രഥോത്സവം അഥവാ രഥം ഉരുട്ടൽ, രഥം ഉരുളൽ തുടങ്ങിയ ചില പരിപാടികൾ അല്ലെങ്കിൽ വഴിപാടുകൾ കൊല്ലൂർ മൂകാംബികയിലുണ്ട്. ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് വേണ്ടി ദേവിയുടെ രഥം വലിക്കുന്ന ഒരു ചടങ്ങ്. ചുറ്റമ്പലത്തിൽ ദേവിയുടെ പ്രദക്ഷിണ വഴിയിലൂടെയാണ് ഈ രഥം വലിക്കുക. അമ്മയുടെ ഉത്സവത്തിന് സ്വർണ്ണരഥം തന്നെ അവിടെ എഴുന്നള്ളിക്കുന്നു. അത് ക്ഷേത്രത്തിന് പുറത്തേക്കും എഴുന്നള്ളിക്കാറുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. എന്തായാലും ക്ഷേത്രത്തിൽ മിക്കവാറും ഒട്ടുമിക്ക ദിവസങ്ങളിലും രഥോത്സവം അല്ലെങ്കിൽ രഥം വലിക്കൽ ചടങ്ങുണ്ടാകാറുണ്ട്. പലരും വഴിപാടുകളായി അത് നടത്തുന്നു. തങ്ങളുടെ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടി പലരും അത്തരം വഴിപാടുകൾ നടത്തുന്നു. സ്വർണ്ണരഥം വിശേഷാവസരങ്ങളിൽ എഴുന്നള്ളിക്കും, ദേവിയെ സ്വർണ്ണരഥത്തിൽ എഴുന്നള്ളിക്കും. അതുപോലെ ശീവേലി സമയത്ത് ദേവിയുടെ ശീവേലിത്തിടമ്പ് ശിരസിലും അതുപോലെ മഞ്ചലിലും പിന്നീട് രഥത്തിലുമെല്ലാം എഴുന്നള്ളിക്കുന്ന കാഴ്ച മൂകാംബിയിൽ ഏതു ഭക്തനെയും പുളകമണിയിക്കുന്നതാണ്, നിർവൃതി ദായകം തന്നെയാണ്. കൊല്ലൂരിൽ മിക്ക ദിവസവും രഥോത്സവം അല്ലെങ്കിൽ രഥോത്സവമല്ല, രഥം എഴുന്നള്ളിക്കുന്നൊരു ചടങ്ങുണ്ട്, രഥം വലിക്കുന്ന ചടങ്ങുണ്ട്. പലകുറി കൊല്ലൂരിൽ രഥം വലിക്കുവാനുള്ള ഒരു മഹാഭാഗ്യം ഈയുള്ളവനും ഉണ്ടായിട്ടുണ്ട്. കൊല്ലൂരിൽ ഉത്സവത്തിനാണ് സ്വർണ്ണരഥം എഴുന്നള്ളിക്കുന്നതെങ്കിലും പലരുടെയും വഴിപാടായി ഇപ്പോഴും സ്വർണ്ണരഥം എഴുന്നള്ളിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറയാൻ കഴിയുക. ആ ക്ഷേത്രസന്നിധിയിലെത്തി പ്രദക്ഷിണ വഴിയിലൂടെ അമ്മനാരായണ ജപിച്ച് നടക്കുമ്പോൾ ത്രിഗുണാത്മികയായ ദേവി മനസ്സിലും ആത്മാവിലും ഒരുപോലെ തന്നെ ദർശനം നൽകും എന്നാണ് പറയപ്പെടുന്നത്. കൊല്ലൂരിലെത്തി അമ്മയെ വണങ്ങി മടങ്ങുമ്പോൾ തീർച്ചയായും ഇനിയും എത്രയും വേഗം അമ്മയുടെ സന്നിധിയിലേക്ക് എത്തണം എന്ന് തന്നെയാണ് ഓരോ ഭക്തൻ്റെയും മനസ്സിലുണ്ടാകുന്ന ഒരു വെളിപാട്. എന്നാൽ കൊല്ലൂരിൽ അമ്മയെ കണ്ടു തൊഴുന്നതിന് അമ്മ അങ്ങോട്ടേക്ക് ക്ഷണിച്ചാൽ മാത്രമേ കൊല്ലൂർ അമ്മയെ ചെന്ന് തൊഴാൻ സാധിക്കൂ എന്നൊരു വിശ്വാസവും നിലവിലുണ്ട്. എന്തായാലും ഈ എപ്പിസോഡിൽ കൊല്ലൂരിൽ ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്ക് വേണ്ടി രഥം വലിക്കുന്ന ഒരു ചടങ്ങ്, വഴിപാട് നടക്കുന്നതാണ് പരിചയപ്പെടുത്തുന്നത്. അത് നമുക്കൊന്ന് കാണാം.